നമ്മളിവിടെ വന്നപ്പം സനലന്റെ വീട്ടിന്റെ ദയനീയ അവസ്ഥ നമ്മൾ ഓരോരുത്തരും കണ്ടതാണ്. ഇവിടെ സനലണ്ണൻ പുറത്തിരിക്കുകയാണ് കുടുംബത്തോടൊപ്പം. ഇവിടെ വന്നപ്പോഴത്തേക്ക് നാട്ടുകാർ വളരെയധികം സപ്പോർട്ടാണ് അണ്ണന് വേണ്ടി. അതുപോലെ തന്നെ ഞാൻ വാർഡ് മെമ്പറെ കാര്യങ്ങൾ അറിയിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ വാർഡ് മെമ്പർ ഓടി എല്ലാ തിരക്കുകളും മാറ്റി വെച്ചിട്ട് ഈ സമയം ഓടി വാർഡ് മെമ്പർ ഇവിടെ വരികയും കൂടാതെ തന്നെ വാർഡ് മെമ്പർ നമുക്കൊപ്പം ഈ വീട്ടിലോട്ട് സനലിൻ്റെ വീട്ടിലോട്ട് കയറാൻ വേണ്ടി എല്ലാവിധ സഹായവും ചെയ്തതാണ്. നമുക്കറിയാൻ പറ്റും ഒരു വീട് ജപ്തി ചെയ്യുമ്പോഴുള്ള എന്തെല്ലാം നടപടികളുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. അതിൻ്റെ ഒരു നടപടിക്രമങ്ങളും ഈ ബാങ്കുകാർ പാലിച്ചിട്ടില്ല. വൈദ്യുതി കട്ട് ചെയ്ത് അവർ സ്വന്തം ഇഷ്ടപ്രകാരം കൊണ്ടുപോയിട്ടുണ്ട്. ഇലക്ട്രിസിറ്റിയിൽ വിളിച്ചിരുന്നു നമ്മളിങ്ങനെ നിങ്ങൾക്കിങ്ങനെ വൈദ്യുതി കട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടെന്ന് ചോദിച്ച്. അപ്പോൾ അവരെ ഇലക്ട്രിസിറ്റിക്കാരും അത് അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇലക്ട്രിസിറ്റിയിൽ വിളിച്ചപ്പോൾ അവർ ഉടൻ തന്നെ ഇവിടെ വന്ന് ഇവർക്ക് കറണ്ട് കൊടുക്കാനുള്ള സജ്ജീകരണം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യത്വപരമായി നാട്ടുകാരും അതുപോലെ തന്നെ മെമ്പറും ഉൾപ്പെടെ സനലിൻ്റെ കുടുംബത്തോടൊപ്പം നിന്ന്. അപ്പം ഇനിയിപ്പോൾ ഇതിൽ എത്ര കേസ് വന്നാലും നമുക്ക് ഒരു നാട്ടുകാരൻ നിലയിൽ നമുക്ക് യാതൊരുവിധ കുഴപ്പമില്ല. കേസ് നിയമപരമായി തന്നെ നമ്മൾ നേരിടും. സനലണ്ണ ഇന്ന് വളരെയധികം സന്തോഷത്തോടെ തന്നെ അന്തി ഉറങ്ങാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. ഈ ലോണിന്റെ കാലാവധി കഴിഞ്ഞാണോ ജപ്തി ചെയ്തത്? അല്ല ലോണിന്റെ കാലാവധി ഇതുവരെയും തീർന്നിട്ടില്ല. 20 വർഷം വരെയാണ് അതിന്റെ ലോണിന്റെ കാലാവധി. 9 വർഷം അതിനേ ഉള്ളൂ. മുകളിലും കൂടെ ഉണ്ട്. മുകളിലും കൂടെ അവരങ്ങ് കൊണ്ടുപോയി. മുകളിലും കൂടെ ഉണ്ട്. മുകളിലും കൂടെ അറിഞ്ഞിട്ടില്ല. അപ്പൊ എന്താണ് കാരണം എന്നുള്ളത് സാർ ചോദിച്ചിട്ട് പറയാൻ എന്നെ വിളിക്കാന്ന് പറഞ്ഞിരിക്കുന്നു. അവരങ്ങ് കൊണ്ടുപോയില്ലേ? ചേട്ടാ ആരെങ്കിലും എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ പറയണം. നമുക്ക് എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെങ്കിൽ നമുക്ക് ഇത് അടിച്ചു പൊട്ടിച്ച് കയറാം. കേസ് വന്നാലും കുഴപ്പമില്ലാത്തവരാണെങ്കിൽ എൻ്റെ കൂടെ നിൽക്കാം. കുഴപ്പമില്ലല്ലോ. ഒത്തുതീർപ്പിന് ശ്രമിച്ചു. 1 ലക്ഷം രൂപ ഫസ്റ്റ് അടച്ചിട്ട് മാസം 10,000 വെച്ച് അടയ്ക്കാന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അവർക്ക് അത് പറ്റൂല, അവർക്ക് എമൗണ്ട് ഫുൾ അടയ്ക്കണമെന്ന് പറഞ്ഞു. അത് ഒരു കാരണവശാലും അവരെ കൊണ്ട് പറ്റാത്ത കാര്യം. രണ്ടാമത് ഈ വീട് വിൽക്കാൻ നോക്കിയെന്ന് ഇടയ്ക്ക് വെച്ചിട്ട്, അപ്പോൾ അതും പറ്റാതെ വന്നു. അപ്പോൾ അവർക്കെന്തോ ഒരു രാഷ്ട്രീയം ഇവരെ ഈ സമയത്ത് ഇടയ്ക്ക് വിട്ടു. ഇദ്ദേഹത്തിൻ്റെ അമ്മ സുഖമില്ലാതെ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിലാണ്. അവരവിടെ നിന്ന് കൊണ്ടുപോകുന്നാൽ ഇവിടെയാണ് അവരുടെ. ഇതിപ്പോൾ എവിടെ കൊണ്ടുപോകും അവരെ? അല്ല, ഇതിപ്പം കണക്ഷൻ കൊടുക്കണം. കണക്ഷൻ കൊടുക്കാം. ശരി.